ഡമോ എന്തൊരു ചൂടാന്ന് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊക്കെ അവിടെ എങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് ചോറും ചായയും ഒക്കെ ആക്കിയിട്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നതായിരിക്കും നല്ലത്. കാരണം വീട്ടിൽ ഏറ്റവും കൂടുതൽ ചൂട് അടുക്കളയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് ആ തീയുടെ ചൂടും കൂടെ വരുന്നത് കൊണ്ടായിരിക്കും. ഇന്ന് 10:30 ചോറും ചായയും എല്ലാം ആക്കിയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഹോണടി കേട്ടത്. നോക്കുമ്പോൾ 100 രൂപയ്ക്ക് 3 കിലോ പൈനാപ്പിൾ. അപ്പോൾ പിന്നെ വെറുതെ കളയണ്ടല്ലോ. മീൻസ് ഇതിപ്പോൾ നമ്മൾ ടൗണിൽ നിന്നാണെങ്കിൽ ഇത്രയ്ക്കും കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഏരിയയിലുള്ള എല്ലാവരും വാങ്ങി കേട്ടോ. പിന്നെ ഷെയ്ക്കും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് ചിക്കും കൂടെ പറിച്ചെടുക്കുകയാണ്. നമ്മളെല്ലാവരും ഇപ്പം ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഇതുപോലെ ഫ്രൂട്ട്സും ജ്യൂസും ഇതെല്ലാം കൂടുതൽ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ തോന്നുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നല്ല വെയിലാകുന്നതിൻ്റെ മുന്നേ തന്നെ ഒന്നെങ്കിൽ ഇതും കൂടെ പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചേ. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയുടെ പഴയ ഒരു ഫ്ലാഷ് ബാക്കാണ്. നിങ്ങൾ കണ്ടവരുണ്ടാകും. സ്റ്റാർട്ടിങ്ങിൽ ഇട്ടൊരു വീഡിയോ ആയിരുന്നു ഇത്. അന്ന് ഈ ഒരു പറമ്പും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഈ ഒരു ഏരിയ ആണ് എനിക്ക് തോന്നുന്നു 1-2 വർഷം എടുത്തിട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു പച്ചപ്പൊക്കെ വന്നത്. ഈ ഒരു പച്ചപ്പിൻ്റെ കഥയും പലർക്കും അറിയാം. നമ്മളെ പേൾ ഗ്രാസൊക്കെ നട്ടുപിടിപ്പിച്ച് പൊടിച്ച് സെറ്റായി വന്നിട്ട് അത് വീണ്ടും ഫ്ലോപ്പായി അതിനുശേഷം അത് ഒഴിവാക്കിയിട്ട് മാറ്റിയ ഒരു ലോണിൻ്റെ കഥയൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഒരു ചിക്കുവിൻ്റെ നന്നായിട്ട് ഇപ്പം വളർന്നല്ലോ. അപ്പം അതിൻ്റെ നല്ല ശാഖകളൊക്കെ ഉണ്ടാവില്ലേ, കൊമ്പുകളൊക്കെ, അതെല്ലാം ഇങ്ങനെ ചാഞ്ഞിട്ടാണല്ലോ കിണറ്റിൻ്റെ മേലെ. പിന്നെ പാമ്പിൻ്റെ ഒരു പേടിയുണ്ട്. ഇവിടെ ചിക്കുവിൻ്റെ മുകളിലൊന്നും പാമ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ന്യൂസൊക്കെ തുറക്കുമ്പോൾ എവിടെ നോക്കിയാലും പാമ്പ് എന്നല്ലേ കേൾക്കുന്നത്. അപ്പം ഭയങ്കര പേടി. ഒന്നാമത് അതിൻ്റെ ഇടയിലൊന്നും എനിക്ക് കുനിഞ്ഞിട്ട് അടിച്ചു വാരാനൊന്നും പറ്റുന്നില്ല. ഇലയൊക്കെ നന്നായിട്ട് അതിൻ്റെ താഴെ കൊഴിയുമല്ലോ. അടിച്ചു വാരുമ്പം എൻ്റെ പുറവും തലയൊക്കെ ഇങ്ങനെ തട്ടും. അപ്പോൾ എനിക്കൊരു പേടിയാണ്. ആ കൊമ്പിൻ്റെ മേലെ പാമ്പെങ്ങാനും ചുറ്റി വളഞ്ഞിട്ടുണ്ടാവുമോ, എൻ്റെ മുകളിലേക്ക് വരുമോ, അങ്ങനെ ഭയങ്കര പേടിയായതുകൊണ്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കുവിനൊന്നും സംഭവിക്കില്ലായിരിക്കും ഈ സപ്പോട്ട മരം. എന്തായാലും താഴെയുള്ള കൊമ്പെല്ലാം ഒന്നങ്ങ് മാറ്റിയിട്ട് ഇതൊന്നങ്ങ് കുറച്ചൊന്ന് തൂപ്പ് കഴിക്കുക എന്ന് പറയില്ലേ, അതൊന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ ചോറൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3:30-4 മണിക്കാണ്. പക്ഷേ എന്നിട്ടും നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട്. പക്ഷേ ഈ സമയത്ത് തുടർന്നാൽ മാത്രം എനിക്ക് സന്ധ്യേൻ്റെ മുന്നേ പണി കഴിയും. അത്രയും പണിയുണ്ട്. മനസ്സോടെ ആണെങ്കിലും എനിക്ക് ഈ ഒരു ഭാഗം വെട്ടി മാറ്റേണ്ടി വന്നു. എൻ്റെ നിവൃത്തികേട് കൊണ്ട് ഞാനത് ചെയ്തതാണ്. കാരണം ഈ ഒരു സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കയ്യെത്തുന്ന ദൂരത്തുനിന്ന് പറിച്ചിട്ട് ഇതൊക്കെ കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. പക്ഷേ ഈ ഒരു പാമ്പിൻ്റെ പേടിച്ചിട്ട് തന്നെ ഞാൻ ആ ഒരു ഭാഗമെല്ലാം മാറ്റി. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് നനച്ചും കൊടുത്താൽ അതിന് വേദനിപ്പിക്കാതെ ഞാൻ കാര്യം ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം ഒന്നങ്ങ് വൃത്തിയാക്കാനുണ്ട്. കുറച്ച് പാർട്ട് മാത്രമാണ്, ഒരു 4-5 നമ്മുടെ ബോഗൻവില്ല കടലാസ് പൂ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വേറെ ചെടികളാണ്. എന്നാൽ ഈ ഒരു ഏരിയ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗാർഡൻ മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് ഇവിടെ ഫൈനൽ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരു സാധാരണ നിങ്ങളിൽ ഒരാളായിട്ട് മാത്രം കണ്ടാൽ മാത്രം മതി. കാരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന പണിയായതുകൊണ്ട് തന്നെ, പിന്നെ അത് മാത്രമല്ല ഇവിടെ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇതെല്ലാം ഒന്നങ്ങ് സെറ്റാക്കി എടുക്കാൻ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങിയതാണ്. പ്രധാനമായിട്ടും നമ്മളന്ന് പെബിൾസ് ഇല്ലേ, നമ്മുടെ പ്ലാവിൻ്റെ ചുവട്ടിലുള്ളത്, ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കും എന്ത് പ്ലാവ് എന്ത് പെബിൾസ് എന്ന്. പക്ഷേ സ്ഥിരമായിട്ട് കാണുന്നവർ, ചെടികളെ സ്നേഹിക്കുന്നവർക്ക് അറിയാം. കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് എനിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല അപ്രീസിയേഷനൊക്കെ കിട്ടിയിട്ടുള്ളൊരു വർക്കായിരുന്നു അത്. പക്ഷേ ആ പ്ലാവൊക്കെ പൊരിഞ്ഞ് വീണ സമയത്ത് പിന്നെ അതൊന്നും അവിടെ നിർത്താൻ പറ്റിയില്ല. ഇപ്പോൾ അതെല്ലാം പെബിൾസ് എല്ലാം പിന്നെ ഞാൻ രണ്ടാമത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു ശവന്നാറിയല്ല, സോറി, വിങ്കാറോസിനെയും പിന്നെ നമ്മുടെ ടേബിൾ റോസിനെല്ലാം അവിടെ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഏരിയ എല്ലാം പിന്നെയും പെബിൾസ് എല്ലാം കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ എല്ലാം അത് നട്ടുപിടിപ്പിച്ചിട്ടല്ലേ. അപ്പോൾ ആ ഒരു പുഴക്കല്ലൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുവാണ്. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞില്ലേ ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ അത് ഇവിടെ വിരിക്കാമെന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ അടുക്കളയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂമൊക്കെ റീഅറേഞ്ച് ചെയ്യില്ലേ, സോഫ സെറ്റ്, നമ്മുടെ ലിവിങ് ഏരിയ ഒക്കെ ഇവിടെ കിടക്കുന്ന ടേബിൾ എടുത്തിട്ട് അങ്ങോട്ടിടും, അവിടെയുള്ള ചെയർ എടുത്തിട്ട് ഇങ്ങോട്ടിടും. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ഒരു ചെറിയൊരു ഗാർഡനിൽ ചെയ്യുന്ന പരിപാടിയോ അത് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നങ്ങ് റീഅറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പം ഒരു മാറ്റം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സുഖമല്ലേ. ഒന്ന് തന്നെ കാണുമ്പോൾ ബോറടിക്കില്ലേ. അങ്ങനെയുള്ളൊരു പ്രകൃതക്കാരി ആയതുകൊണ്ടാണ് ഈ ഒരു പണിക്കൊക്കെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ ഈ ചൂടും വെയിലും കൊണ്ടിട്ട് ചേച്ചിക്ക് എന്തിൻ്റെ അസുഖമാണെന്ന്, വീട്ടിലെങ്ങാനും അടങ്ങി അവിടെ ഇരുന്നൂടെ അകത്തുനിന്ന്. പക്ഷേ ഇത് നല്ലൊരു ഇഷ്ടമുള്ള ഒരു പണിയായതുകൊണ്ട് തന്നെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയ്യോ എന്തൊരു ഭംഗിയാ ലോണ് എന്നൊക്കെ വിചാരിക്കും, പച്ചപ്പ് കട്ട് ചെയ്തിട്ട്. പക്ഷേ പഴയ ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ സത്യാവസ്ഥ ഇത് എന്താണെന്നുള്ളത്.
പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ, അല്ലെങ്കിൽ പഴയ വീഡിയോ ഒന്ന് കണ്ടാലും മതി. നിങ്ങൾക്ക് ഇതുപോലെയുള്ള അതായത് ഇത്രയും ഭംഗിയിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഞാൻ ഗ്യാരണ്ടി പറയാം. ഗ്യാരണ്ടി മീൻസ് വേറൊന്നുമല്ല, മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ്. എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാനിത് സെറ്റാക്കിയിട്ട് അത്രയൊന്നും ആയിട്ടില്ലല്ലോ, ഒരു വർഷമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇതുവരെ എനിക്ക് ഭയങ്കര സമാധാനം തരുന്ന ഒരു ഏരിയ ഇത്. കാരണം ആദ്യത്തെ പാർട്ട് നിങ്ങൾ കണ്ടില്ലേ, കാരണം മഴ പെയ്തിട്ട് എപ്പോഴും പുല്ലൊക്കെ പൊടിക്കും, പിന്നെ അങ്ങനെ എന്താ പറയുക, ഒരു വല്ലാതെ ഒരു മോശമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. പക്ഷേ ഇതിപ്പം ഈ ഒരു പച്ചപ്പിൽ കാണുമ്പം ഭയങ്കര സുഖമാണ്. നമുക്കിപ്പം വൈകുന്നേരം ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇരിക്കാം, വെറുതെ ഇങ്ങനെ കാറ്റും വെളിച്ചമൊക്കെ കൊണ്ടിട്ട് അങ്ങ് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റാൻ പറ്റിയത് ഈ ഒരു പച്ച ഈ ലോൺ വെച്ചത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഏതൊരു കാര്യം നമ്മൾ പറയുമ്പോഴും അതൊരു നെഗറ്റീവ് സൈഡും കൂടെ ചിന്തിക്കുന്നവരുണ്ടാകും. അതൊന്നും ഒരിക്കലും തെറ്റല്ല, കാരണം ഡിപ്പെൻസ് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ. അപ്പം നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഇല്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെ ചെയ്യണ്ട. അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷേ എന്നും മഴ കഴിഞ്ഞിട്ട് കളയൊക്കെ പറിക്കേണ്ട ബുദ്ധിമുട്ട്, പുല്ല് പറിക്കേണ്ട ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇതുപോലെ ചെയ്തോളൂ. കാരണം നമുക്ക് അത്രയും നമ്മുടെ പണി കുറഞ്ഞു കിട്ടും കേട്ടോ. ഞാൻ ഇതിൽ കാണുന്ന രണ്ടാമത്തെ ഒരു കാര്യം അത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഓരോ മഴ കഴിയുമ്പോഴും പറമ്പ് കൊത്താനും അല്ലെങ്കിൽ കള പറിക്കാനും എല്ലാം നമ്മൾ വെക്കണ്ടേ. പക്ഷേ ഇതൊന്നും നോക്കണ്ടേ. എനിക്കിപ്പം അത്യാവശ്യം ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിച്ച് വാരിയാൽ മാത്രം മതി. അത് നമ്മുടെ ഈർക്കലിയുടെ ചൂലില്ലേ, ആ ചൂല് വെച്ചിട്ട് നല്ല സുന്ദരമായിട്ട് അടിച്ച് വാരി ആ ഒരു നമ്മുടെ ഇലയെല്ലാം പെറുക്കാൻ പറ്റും കേട്ടോ. അപ്പം പെറുക്കാൻ മീൻസ് അടിച്ച് വാരി നമുക്ക് കളയാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു കല്ല്, പുഴക്കല്ലില്ലേ, പെബിൾസ് കുറച്ച് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എടുത്ത് മാറ്റുന്നത് എന്താണെന്നറിയോ, അവിടെയൊക്കെ നല്ല ഉറുമ്പ് ശല്യം. അപ്പം സാധാരണ ഞാൻ ഇങ്ങനെയുള്ള സമയത്ത് ചോക്ക് വരക്കല, ചോക്ക് തീർന്നു പോയി. പിന്നെ ഇങ്ങനെ ആകെ ഉള്ളത് നമ്മുടെ സാഫില്ലേ, അതാ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് സാഫിൻ്റെ പൊടി അതിലേക്ക് ഇടാന്ന്. അപ്പം ഞാനിത് ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ പെട്ടെന്ന് ചോക്ക് വരക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറുമ്പൊക്കെ ചത്തുപോകില്ലേ, അങ്ങനെ പെട്ടെന്നൊന്നും നശിക്കുന്നില്ലെങ്കിലും സാഫ് അങ്ങ് ഇട്ടപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉറുമ്പിൻ്റെ അളവൊന്നങ്ങ് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ആ ഒരു കൂറച്ചോക്കില്ലേ, അതിൻ്റെ അത്ര എഫക്റ്റ് ആയിട്ടില്ല. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇതുകൊണ്ട് ഒപ്പിച്ചതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ലോണൊക്കെ ചെയ്യുവാണെങ്കിൽ മരങ്ങളൊക്കെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളിവിടെ ഇപ്പോൾ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് അങ്ങ് ഒഴിവാക്കിയിട്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ആ മരത്തിന് ആവശ്യത്തിന് ഇങ്ങനെ വണ്ണം വയ്ക്കാൻ പറ്റുമല്ലോ, ഒന്നും നശിപ്പിക്കാതെ. നമ്മളെ കയ്യിൽ മാവോ പ്ലാവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് 5 സെൻറ്റ് ആണെങ്കിൽ 5 സെൻറ്റ് അതിൽ നമുക്ക് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം ഭയങ്കര തന്നെയാണല്ലേ. അപ്പോൾ നമ്മുടെ പ്ലാവ് ചെരിഞ്ഞു പോയപ്പോൾ മറിഞ്ഞു വീണപ്പോൾ ഉള്ള സങ്കടം, അയ്യോ, അതെനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ആകെയുള്ളൊരു 7 സെൻറ്റിൽ ഒരു മാവ്, ഒരു പ്ലാവ്, ഈ പറഞ്ഞ മാതിരി ഒരു സപ്പോട്ട മരം, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്ലാവ് നമുക്കിപ്പം ഇല്ല. ഇനിയിപ്പം ഈ ഒരു സപ്പോട്ട മരവും പിന്നെ നമ്മുടെ ഒരു മാവിനെയും മാത്രമാണ് ഇപ്പം പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ കുറച്ചും കൂടെ ഉള്ള ഞാൻ പറഞ്ഞില്ല, അവിടെ എവിടെയുള്ള കുറച്ച് ചട്ടിയും ചെടിയെല്ലാം ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ വെച്ചതാണ്. അതെല്ലാം അങ്ങ് ഓർഡറിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, റീഅറേഞ്ച് ചെയ്യുകയാണിപ്പോൾ. അപ്പം മനസ്സിൽ ചെറിയൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ ഞാൻ പറയില്ല, വലിയ പ്രതീക്ഷയൊന്നുമില്ല. പ്രതീക്ഷയൊന്നും നിങ്ങൾ വെക്കണ്ട, കാരണം എല്ലാം ഒന്ന് ഓർഡറിൽ അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ, പക്ഷേ എനിക്കിഷ്ടമായത് എല്ലാം കൂടെ ഇങ്ങനെ ഒരേപോലെ വരുമ്പോൾ വേറെ തന്നെ ഒരു ഭംഗിയല്ലേ. ഇത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഏതോ ഒരു ജിഷ്ണു ഉത്തമനാണെന്ന് തോന്നുന്നേ, അവരുടെ ഗാർഡൻ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. ഇനി അതാണോ അല്ലെങ്കിൽ ഡിഞ്ചു ഡേവിസ്, അവളാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. 2 പേരുടെയും ഗാർഡൻ വീഡിയോസ് ഞാൻ കാണാറുണ്ട് കേട്ടോ. ഡിഞ്ചു എൻ്റെ പ്രിയപ്പെട്ടൊരു കുട്ടിയാണ്, വലിയൊരു കുട്ടിയാണ്. പക്ഷേ എനിക്ക് അവളെ എന്തോ ഒരു അനിയത്തിക്കുട്ടീനെ പോലെയാണ്. അപ്പോൾ അവളാണെന്ന് തോന്നുന്നു പറഞ്ഞത് ഇങ്ങനെ ഒരേപോലെയുള്ള ചെടികൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അത് കേട്ടപ്പോൾ ഞാൻ നട്ടുപിടിപ്പിച്ചതായത്. പക്ഷേ ഇത് പറഞ്ഞത് ശരിയാണ്, ആ കുട്ടി പറഞ്ഞത് ശരിയാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു നമ്മുടെ അഗ്ലോണിമ ഇല്ലേ, അതും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് അഗ്ലോണിമ ഇനത്തിലെല്ലാം തോന്നി. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്. ഇതിൻ്റെ മദർ പ്ലാന്റും കുഞ്ഞു എല്ലാം അവിടെയുണ്ട്. അതെല്ലാം അങ്ങ് നിരത്തി അങ്ങ് വെച്ചു. ഈ പെബിൾസിൻ്റെ ഫസ്റ്റ് വീഡിയോ എനിക്ക് ഇൻസ്പിറേഷൻ ആയത് നമ്മുടെ ജിഷ്ണു ഉത്തമൻ തന്നെയാണ് കേട്ടോ. അവരുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ആ ഒരു പ്ലാവിൻ്റെ ഏരിയയൊക്കെ പണ്ട് മേക്ക് ഓവർ ചെയ്തത്. അത് ഞാൻ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് ജിഷ്ണു തന്നെ എനിക്കൊരു കമൻറ്റ് ഇട്ടിരുന്നു കേട്ടോ, ഒരു ചെറിയൊരു ഹാർട്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവരുടെ കയ്യിലേക്ക് നമ്മുടെ വീഡിയോ എത്തുക, അവർ എനിക്കൊരു മെസ്സേജ് ഇടുക, ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ.
ഞാനിപ്പോൾ ഈ രണ്ടുപേരെയും നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ചെടികളെ പ്രേമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചെടികളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രണ്ട് ചാനലും കണ്ടോളൂ കേട്ടോ. പക്ഷേ ഡിഞ്ചു ഇപ്പം ബംഗാളിലാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഗാർഡൻ വീഡിയോസൊന്നും അതിലുണ്ടാവില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട ഡിഞ്ചുവിൻ്റെ ഗാർഡനൊക്കെ ഡിഞ്ചുവിൻ്റെ ചേച്ചിയുടെ വീഡിയോയിലാണ് ഉണ്ടാവുക. പക്ഷേ എനിക്കിപ്പം ആ ചേച്ചിയുടെ വീഡിയോ ഇഷ്ടം ഓക്കെയാണ്. പക്ഷെ അവിടെ ഡിഞ്ചു ഇല്ലല്ലോ, ഡിഞ്ചു ഇപ്പം ബംഗാളിലല്ലേ, അതുകൊണ്ട് ഡിഞ്ചുവിൻ്റെ കൂടെ ഞാനും ബംഗാളിലേക്ക് അങ്ങ് പോയി കേട്ടോ. അത് നമ്മുടെ ആരാധന മൂക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. എവിടെയാണോ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ ആ വീഡിയോ കാണുക. അതുപോലെ ജിഷ്ണു ഉത്തമൻ്റെ നമ്മുടെ വീഡിയോ നിങ്ങൾ ചെടികൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജിഷ്ണു ഉത്തമൻ അങ്ങനെ തന്നെ അടിച്ചോളൂ. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ പൂക്കളുള്ളതാണെങ്കിലും പൂക്കളില്ലാത്തതാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ചെടികളെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോസ് മാത്രമാണ് ആ ചാനലിൽ ഉണ്ടാവാറുള്ളൂ. പോയി കണ്ടോളൂ കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊക്കെ ഇതിനേക്കാളും നല്ല ചാനലൊക്കെ അറിയായിരിക്കും. എനിക്ക് ഇവരെ പേഴ്സണലായിട്ട് ഒരു അറിവും ഇല്ല കേട്ടോ. ഞാൻ ഇവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ആൾക്കാരാണ്. നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ ഫോണിൽ വരുന്ന വീഡിയോസിൽ ഞാൻ കണ്ട് എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് പറയുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ 2 മുയലും 2 കൊക്കിൻ്റെയൊക്കെ പ്രതിമകൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് വടകര അത് കിട്ടിയിട്ടില്ല. അതും കൂടെ കിട്ടിയിട്ട് ആദ്യം ഞാൻ വിചാരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്, പിന്നെ കുറേ വൈകിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള വർക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമല്ലോ. അതിനനുസരിച്ച് മാറ്റവും കൂടെ വരുത്തിയിട്ട് ആ കൊക്കിനെയും നമ്മുടെ മുയലിനെയും എന്താണോ കിട്ടുന്നത് അതിവിടെ വെക്കാമെന്നാണ് ഇപ്പം പ്ലാന്. പിന്നെ ഈ ഒരു ഡിസൈനൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. ഏതെങ്കിലും രീതിയിൽ ഇതിനേക്കാളും ഭംഗിയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കുമല്ലോ. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ. എനിക്കിങ്ങനെ ഐഡിയ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കല്ല കേട്ടോ. നിങ്ങളും കൂടെ ഇറങ്ങി വൈകുന്നേരം പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മളെ ചെടികളും പൂക്കളെയൊക്കെ ഒന്നങ്ങ് സ്നേഹിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ, അത് ഭയങ്കരമാണ്. അത് ചെയ്യുന്നവർക്ക് അറിയാം. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും മൈൻഡ് എത്ര അസ്വസ്ഥ ആണെങ്കിലും ഒന്ന് മുറ്റത്തങ്ങ് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങ് നടന്ന് ഒന്ന് മണ്ണൊക്കെ ഒന്ന് ചിന്തുക, പഴുത്ത ഇലകളൊക്കെ പോക്കുക, അതൊക്കെ എന്തെങ്കിലും വളമിടുക. ഭയങ്കര സമാധാനം മാത്രമല്ല, നമ്മൾ നേരെ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. വീട്ടിൽ വെറുതെ ഇങ്ങനെ മടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ മൈൻഡ് ഒന്നങ്ങ് സെറ്റാക്കുക. അതായത് ഇതിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങുക. അപ്പോഴുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അടുക്കളയിലെ പണിയോ അല്ലെ വീട്ടിലെ പണിയോ എടുക്കാൻ മടിയുള്ള ആണെങ്കിൽ ആ മടി അങ്ങ് മാറും കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇതിനെ നമ്മൾ സ്നേഹിക്കണം. അപ്പം നമ്മൾ വീട്ടിലെ പണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, രാത്രി ആകുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അടുക്കളയിലെ പണി തീർന്നാൽ പോരെ, വീട്ടിലെ പണി തീർന്നാൽ പോരെ, തീർന്ന് കഴിഞ്ഞിട്ട് വെറുതെ എന്തിനാ ഇങ്ങനെ വെറുതെ ഞാൻ ഇരിക്കണ്ടേ, എന്തിനാ ഇപ്പം വെറുതെ ഇങ്ങനെ സ്പീഡ് തീർക്കുന്നത്, അങ്ങനൊരു ചിന്ത ഉണ്ടാവും. അപ്പോൾ എന്താണ് നമ്മുടെ വീട്ടിലെ പണികളെല്ലാം ഡിലേ ആവും. പക്ഷേ ഇതുപോലെ നമ്മുടെ ഹോബി എന്തെങ്കിലും മൈൻഡിലങ്ങ് നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ ആ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും. നമ്മുടെ മൈൻഡിന് നല്ല സമാധാനം ഉണ്ടാകും. നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുകയും ചെയ്യും. ഇതൊന്നും പറയാൻ മാത്രം ഞാൻ വലിയ ആളൊന്നുമല്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാടാണ്. അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്ക് ഞാൻ എന്നും ഈ ഒരു കാര്യം പറയുന്നത്. മടി മാറ്റി വെക്കാനുള്ള നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ പറയുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ഒരു മേക്ക് ഓവർ ഇഷ്ടമാവുന്നതാണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ കൂടെ ഉണ്ടാവണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നുപോലെ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ ഒന്ന് എന്നെ അറിയിക്കണേ. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം അല്ലേ. വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക്